കണ്ണങ്കര ഹെയ്ഡേ ബാറിന് മുൻവശം. സമയം ഇന്നലെ രാത്രി 11. പോലീസിന്റെ കൈവിട്ട ഈ കളിയാണ് 3 പേർക്കെതിരായ നടപടിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. SI JU ജിനു, പോലീസുകാരായ ജിബിൻ ജോസഫ്, അഷാഖ് റഷീദ് എന്നിവർക്കാണ് സസ്പെൻഷൻ. മർദ്ദനമേറ്റവരുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പ്രതികളാണ്. ബാറിൽ മദ്യം വാങ്ങാനെത്തി ബഹളം വെച്ച യുവാക്കളെ തേടിയെത്തിയ പോലീസുകാരാണ് അഴിഞ്ഞാടിയത്. CCTV ദൃശ്യങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ബാറിന് മുന്നിൽ 2 വശത്തായി യുവാക്കളെ കാണാം. വലതുവശത്ത് പരാതിക്കാരി സിതാരയും ബന്ധുക്കളും. ബാർ പൂട്ടുന്ന സമയം മദ്യം വാങ്ങാനെത്തി ബഹളം വെച്ചവരാണ് മറ്റൊരു കൂട്ടർ. വാഹനം നിർത്തി പുറത്തിറങ്ങിയ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. കൊണ്ടവരും കൊള്ളാത്തവരും ഓടി. ഈ സമയം ജീപ്പിന് മുൻവശത്തു നിന്നും ഭർത്താവിന്റെ കൈപിടിച്ച് സിതാര റോഡ് മുറിച്ച് കടക്കുന്നു. ഒരു പോലീസുകാരൻ ലാത്തിയോങ്ങി പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ജീപ്പിന് വന്ന് ഇറങ്ങി ഓറാന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓടിച്ചിട്ട് അങ്ങ് അടിക്കുമായിരുന്നു. എന്നെ കാരണം എന്ന് പോലും ചോദിച്ചിട്ട് ഇവർക്കൊന്നും പറയാനില്ല. ഞങ്ങളങ്ങ് മർദ്ദിക്കുമായിരുന്നു. ഞങ്ങൾ ഓടി, ഞങ്ങൾ 2 പോയി വീണപ്പോഴും അവർ ഞങ്ങൾ നിലത്ത് കടത്തി അങ്ങ് അടിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഇവനൊക്കെ തോടെല്ലാം അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുക. കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ അടുത്ത നീക്കം. എന്തായാലും ഇതിവിടം കൊണ്ട് നിർത്തുന്നില്ല. 1-2 ദിവസത്തെ ഒരു ന്യൂസ് കൊണ്ട് അവസാനിപ്പിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. മുണ്ടക്കയം സ്വദേശിനി സിതാരയെ കൂടാതെ ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തോളലിന് പരിക്കേറ്റ സിതാര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യം വേണമെന്നാവശ്യപ്പെട്ട യുവാക്കൾ ഗ്ലാസ് ഡോറിൽ തട്ടി ബഹളം വെച്ചതോടെയാണ് ബാർ ജീവനക്കാർ പോലീസ് സഹായം തേടിയത്. ആദ്യം പറഞ്ഞു ഇന്ന പോലെ ബാർ അടച്ചു, 10:45 ശേഷം കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 2-3 തവണ പറഞ്ഞു. പിന്നത്തെ ഈ ചില്ല് ഗ്ലാസ്, പിന്നെ കൊട്ടാനൊന്നും അടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചതിന് ശേഷം പോലീസ് ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വന്നു. അവരെ കണ്ടപ്പോഴത്തേനും ഇവർ 4 സൈഡിലോട്ട് ഓടി. ബാറിന് മുന്നിൽ സംഘർഷമുണ്ടാക്കിയ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ പ്രത്യേക കേസുണ്ട്. ജീവനക്കാരന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അടൂരിൽ വിവാഹാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ 20 അംഗ സംഘം വഴിയിൽ വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു ലാത്തിച്ചാർജ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.